Hi friends, welcome to Lakshmi's Cooking Stories. എൻ്റെ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കണം. കുക്കിംഗ് വീഡിയോസ് ഇഷ്ടപ്പെടുന്നവർക്ക് ഈ ചാനൽ തീർച്ചയായും ഇഷ്ടപ്പെടും. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന റെസിപ്പി എന്ന് പറയുന്നത് ഒരു ഈസി മട്ടൺ ബിരിയാണിയാണ്. ബാച്ചിലേഴ്സ് മട്ടൺ ബിരിയാണി എന്നും വിളിക്കാം, കാരണം അത്ര ഈസിയാണ് ഇത് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. നമുക്ക് ആദ്യം മട്ടൺ മാരിനേറ്റ് ചെയ്ത് തുടങ്ങാം. ഞാനിവിടെ 1/2 കിലോ മട്ടണാണ് എടുത്തിട്ടുള്ളത്. നമുക്കത് ഈ മിക്സിംഗ് ബൗളിലോട്ട് ഇട്ട് കൊടുക്കാം. അതിലേക്ക് നമ്മൾ ആഡ് ചെയ്യേണ്ട മസാലകൾ: ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ചില്ലി പൗഡർ. ഞാനിവിടെ കാശ്മീരി ചില്ലി പൗഡറാണ് യൂസ് ചെയ്തിരിക്കുന്നത്, അതാണ് 1 ടീസ്പൂൺ എടുത്തത്. നോർമൽ ചില്ലി ആണെങ്കിൽ 1/2 ടീസ്പൂൺ മതിയാവും. ഗരം മസാല 2 ടീസ്പൂൺ, 1/2 ടീസ്പൂൺ ഉപ്പ്, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഒരു ടേബിൾ സ്പൂൺ, രണ്ടും കൂടെ 1 ടേബിൾ സ്പൂൺ. പിന്നെ അതിലേക്ക് ആഡ് ചെയ്യേണ്ടത് ഒരു 1/4 കപ്പ് പുളിയില്ലാത്ത തൈര്. ഫൈനലായിട്ട് ആഡ് ചെയ്യേണ്ടത് ഒരു 1/2 കപ്പ് മിൻറ്റ് ലീവ്സും കൊറിയാൻഡർ ലീവ്സും കൂടെ കുഞ്ഞായിട്ട് നുറുക്കിയത്. ഇതെല്ലാം കൂടെ നമുക്ക് ഒരുമിച്ച് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിത് ഫ്രിഡ്ജിലേക്ക് 1 മണിക്കൂർ സെറ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം. നമുക്കൊരു ക്ലിംഗ് ഫിലിം വെച്ച് ഇത് അടച്ച് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെച്ചേക്കാം. നമുക്കിനി മട്ടൺ മാരിനേഷൻ സെറ്റാവുന്ന സമയം കൊണ്ട് ബാക്കി പ്രിപ്പറേഷൻസ് എല്ലാം ചെയ്യാം. ഞാനിവിടെ ഒരു ചെറിയ കടായി എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് കശുവണ്ടിയും കിസ്മിസും സോട്ട് ചെയ്ത് മാറ്റി വയ്ക്കാം. നെയ്യ് ചൂടാവുമ്പോഴത്തേക്കും നമുക്ക് കശുവണ്ടി അതിലേക്ക് ഇട്ട് കൊടുക്കാം. കാഷ്യൂ 1/4 ഫ്രൈ ആയി വരുന്ന ടൈമിലേക്ക് നമുക്ക് കിസ്മിസ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. നമുക്കിനി അതേ നെയ്യിൽ തന്നെ ഒരു മീഡിയം സൈസ് സവാള ഇങ്ങനെ നീളത്തിന് തിന്നായിട്ട് കട്ട് ചെയ്തത് നല്ലോണം ഫ്രൈ ചെയ്ത് എടുക്കാം. ബ്രൗൺ കളർ ആവുന്നവരെ ഫ്രൈ ചെയ്യണം. ഇത് നമുക്ക് ബിരിയാണിയിൽ ഡെക്കറേറ്റ് ചെയ്യാനുള്ള സവാളയാണ്. നല്ലോണം സോട്ട് ചെയ്തെടുക്കണം. ഒരു ഗോൾഡൻ കളർ ആവുന്നത് വരെ നമ്മളിത് സോട്ട് ചെയ്യണം. സവാള നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്ക് തീ ഓഫ് ചെയ്ത് ഇതൊരു സൈഡിൽ മാറ്റി വെച്ചേക്കാം. നമുക്കിനി ബിരിയാണി റൈസ് വേവിക്കാം. ഇതുപോലൊരു വലിയൊരു കടായി എടുക്കുക. അതിലേക്ക് ഞാൻ 3 ഗ്ലാസ് മെഷറിംഗ് കപ്പിൽ 3 കപ്പ് റൈസാണ് എടുത്തിരിക്കുന്നത്. അത് കാരണം ഞാനിവിടെ 4 കപ്പ് വെള്ളം ഒഴിക്കുകയാണ്. വെള്ളം തിളയ്ക്കട്ടെ. വെള്ളം തിളച്ച് തുടങ്ങി. അതിലേക്ക് നമുക്ക് ഒരു 2-3 കഷ്ണം പട്ട, ഒരു 3-4 ഗ്രാമ്പൂ, ഒരു 3-4 ഏലക്ക, കുറച്ച് ഫെനൽ സീഡ്, ഇത്രയും ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് കൂടെ ഞാനിതിൽ ആഡ് ചെയ്യാണ്. ഒപ്പം തന്നെ ഒരു 1/2 ടീസ്പൂൺ നെയ്യ് കൂടെ. അരി പരസ്പരം സ്റ്റിക്കാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. നേരത്തെ ഞാൻ ഫ്രൈ ചെയ്ത് വെച്ച ഓണിയൻ്റെ ഒരു 1/2 ടീസ്പൂൺ അതുകൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കും. ഇത്രയും നല്ലോണം തിളയ്ക്കട്ടെ. വെള്ളം നല്ലോണം വെട്ടി തിളച്ചിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 3 കപ്പ് അരിയാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. അത് വെള്ളത്തിൽ 1/2 മണിക്കൂർ കുതിർത്തതാണ്. അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. അരി പാകത്തിന് വേകുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. റൈസ് നല്ല പാകത്തിന് വെന്തിട്ടുണ്ട്.
നമുക്കിത് മാറ്റി വയ്ക്കാം. ഇനി മട്ടൺ ഏതാണ്ട് 1 മണിക്കൂർ കഴിഞ്ഞു. നമുക്കിനി മട്ടൻ്റെ പ്രിപ്പറേഷനിലോട്ട് കിടക്കാം. ഞാനിവിടെ ഒരു പ്രഷർ കുക്കർ എടുത്തിട്ടുണ്ട്. അതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിൽ, ഇനി സൺഫ്ലവർ ഓയിലോ ഇനി വെജിറ്റബിൾ ഓയിൽ അത് ഒഴിച്ചു കൊടുക്കുക. അതൊന്ന് ചൂടാവട്ടെ. എണ്ണ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ഇഞ്ചിയും ചതച്ചെടുത്തത് ഞാൻ ആഡ് ചെയ്യും. അതൊന്ന് സോട്ട് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ പച്ച ചുവ മാറുന്നത് വരെ നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം. ഒരു 2 പച്ചമുളക് നീളത്തിലരിഞ്ഞത് അതുകൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി അതിലേക്ക് 2 വലിയ സവാള നീളത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇത് നല്ലോണം ലൈറ്റ് ബ്രൗൺ നിറമാവുന്നത് വരെ നമ്മൾ സോട്ട് ചെയ്യണം. ഒപ്പം തന്നെ ഞാനിതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചപ്പോൾ 1/2 ടീസ്പൂൺ ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ട്. ബിരിയാണി റൈസ് പ്രിപ്പയർ ചെയ്തപ്പം 1/2 ടീസ്പൂൺ ആഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പം നമ്മൾ 1/2 ടീസ്പൂൺ ആഡ് ചെയ്യാണ്. നമുക്കിത് നല്ലോണം സോട്ട് ചെയ്തെടുക്കാം. സവാള നന്നായി സോട്ടായി വന്നിട്ടുണ്ട്. ഈ ടൈമിൽ നമുക്ക് നേരത്തെ മാരിനേറ്റ് ചെയ്ത് മാറ്റി വെച്ചിരുന്ന മട്ടൺ ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഈ ടൈമിൽ ഫ്ലെയിം ഹൈയിൽ വെച്ചിട്ട് നല്ലോണം ഇങ്ങനെ ഇളക്കി അതൊന്ന് ഫ്രൈ മോഡിലോട്ട് ഇങ്ങനെ ആക്കിയെടുക്കാം. ഹൈ ഫ്ലെയിം ആയിരിക്കണം. ഒരു 2 മിനിറ്റ് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കണം നല്ലോണം. ഹൈ ഫ്ലെയിമിലിരുന്നൊന്ന് ഇതാവട്ടെ. ഹൈ ഫ്ലെയിമിൽ നമ്മളൊരു 2 മിനിറ്റോളം ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഒന്ന് മീഡിയത്തിലോട്ടാക്കിയിട്ട് നമുക്കൊരു 150 മില്ലി വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കാതെ ഈ ഒരു ടൈമിൽ നമ്മൾ ഉപ്പൊന്ന് നോക്കണം. പാകത്തിനുണ്ട്. തിളയ്ക്കാനായിട്ട് ഫ്ലെയിം ഒന്ന് കൂട്ടാം. തിളച്ച് വന്നു. നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ചിട്ട് കുക്കർ ഒന്ന് അടയ്ക്കാം. ഇനി പ്രഷർ വരുന്നവരെ വെയിറ്റ് ചെയ്യാം. വെയിറ്റ് ചെയ്തതിന് ശേഷം വിസിൽ വയ്ക്കുക. വിസിൽ വെച്ചിട്ട് ആദ്യത്തെ വിസിൽ ഹൈ ഫ്ലെയിമിൽ വന്നതിന് ശേഷം നമ്മൾ ബാക്കിയുള്ള ഒരു 3 മുതൽ 4 വിസിൽ വരെ ലോ ഫ്ലെയിമിൽ വെച്ച് ഏതാണ്ട് 20 മിനിറ്റ്, അതാണ് ഇതിൻ്റെ കുക്കിംഗ് ടൈം. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. മട്ടൺ പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് നോക്കാം. ഇനി അതിലുള്ള ബാക്കിയിരിക്കുന്ന വെള്ളം നമുക്ക് നല്ല വറ്റിച്ചെടുക്കണം. അപ്പോൾ ഒന്ന് തീ ഓൺ ചെയ്ത് അധികം ഇളക്കാതെ നമുക്ക് ആ വെള്ളത്തിനെ വറ്റിച്ചെടുക്കാം. നമുക്കിനി ബിരിയാണി ഫൈനൽ സെറ്റ് ചെയ്യാം. അതിനായിട്ടൊരു വലിയ ഇതുപോലെ ഒരു കടായിയോ ബിരിയാണി ചപ്പോ എടുക്കുക. അതിലേക്ക് 1/4 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഫ്ലെയിം വളരെ ലോയിൽ വെച്ചിരുന്നാൽ മതി. ഇനി നമുക്ക് ആദ്യം ഇതിലേക്ക് റൈസ് വയ്ക്കാം. ആദ്യത്തെ ലെയർ റൈസ്.
റൈസ് ഒരു ലെയർ നിരത്തിയതിന് ശേഷം അതിലേക്ക് നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന മട്ടൺ അത് വയ്ക്കും. ഗ്രേവിയൊക്കെ ഇങ്ങനെ സൈഡിലായിട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ബാക്കിയിരിക്കുന്ന റൈസ് സെറ്റ് ചെയ്യാം. ഈ ഒരു ടൈമിൽ ഞാനിവിടെ കുറച്ച് പുതിനയിലയും മല്ലിയിലയും കുഞ്ഞായിട്ട് നുറുക്കി വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ഇട്ടു. നേരത്തെ വറുത്ത് വെച്ചിരുന്ന സവാള കൂടെ ഇതിലേക്ക് ഇടാം. ഇനി നിങ്ങളുടെ കൈവശം കുങ്കുമപ്പൂ ഉണ്ടെങ്കിൽ അത് വെള്ളത്തിൽ കുറച്ച് നേരം കുതിർത്തതിന് ശേഷം അതുകൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഓപ്ഷനിലാണ്, വേണമെന്നില്ല. എൻ്റെ കൈവശം ഉള്ളത് കൊണ്ട് ഞാൻ ആഡ് ചെയ്യുന്നുള്ളത്. ഇനി നമുക്ക് ബാക്കി റൈസും കൂടെ ഫൈനലായിട്ട് സെറ്റ് ചെയ്യാം. ഇനി ഫൈനലായിട്ട് നമുക്ക് ബാക്കിയിരിക്കുന്ന സവാള സോട്ട് ചെയ്തത് ഫ്രൈ ചെയ്തത് ഇതിലേക്ക് വിതറി കൊടുക്കാം. വറുത്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങ അതും കൂടെ ഇതിൽ ഫൈനലായിട്ട് വിതറി കൊടുക്കാം. എന്നിട്ട് നമുക്ക് ടൈറ്റായിട്ട് ക്ലോസ് ചെയ്ത് ഒരു 15 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വയ്ക്കാമത്. ആ 15 മിനിറ്റോളം ഇതിരുന്ന് ഇങ്ങനെ കുക്കാവണം. എന്നാലേ ഫ്ലേവർ എല്ലാം ഒരുമിച്ച് ഇറങ്ങത്തുള്ളൂ. 15 മിനിറ്റ് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. 15 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് തീ ഓഫ് ചെയ്യാം. ബിരിയാണി റെഡിയായി. ഇനി ആവശ്യാനുസരണം സെർവ് ചെയ്യാം. അപ്പം ഞാനിന്നുണ്ടാക്കി മട്ടൺ ബിരിയാണി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. വളരെ സൂപ്പർ ഈസി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. നമ്മൾ തലേ ദിവസമേ മട്ടൺ മാരിനേറ്റ് ചെയ്ത് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചു കഴിഞ്ഞാൽ കുറേ കൂടെ ഈസിയായി. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെടും. നല്ല ടേസ്റ്റാണിത്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. അപ്പോൾ പുതിയ പുതിയ കുക്കിംഗ് വീഡിയോസുമായി വരുന്നത് വരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ടേക്ക് കെയർ. ബൈ.